ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയെ തന്നെ ഉലയ്ക്കാൻ പോകുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSന്റെയും ഒക്കെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധവും അവരുടെ ജീവനാഡിയും ഒക്കെ ആയിരുന്നല്ലോ അയോധ്യയിലെ രാമക്ഷേത്രം. ഈ അയോധ്യയെ മുൻനിർത്തിയാണ് അവർ ഈ രാജ്യം ഭരിച്ചതും തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതുമെല്ലാം. എന്നാൽ ഇപ്പോൾ ആ അയോധ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ BJPയെയും RSSനെയും ഇനി ഒരു കാലഘട്ടത്തിലും പിടികൂടിയാൽ വിടാത്ത രീതിയിൽ മുറുക്കാൻ പോകുന്ന വലിയൊരു ചതിയുടെ അല്ലെങ്കിൽ ഒരു കൊള്ളയുടെ കഥയാണ് അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. മുൻപൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ തോൽവിയും തിരിച്ചടിയും ഉണ്ടായത് ശബരിമല വിഷയത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. വിശ്വാസികളുടെ വികാരത്തെ തൊട്ട് കളിച്ചപ്പോൾ ഉണ്ടായ പ്രതിഫലനമായിരുന്നു അത്. സമാനമായ അല്ലെങ്കിൽ അതിലും വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ തുറിച്ചു നോക്കിക്കൊണ്ട് അയോധ്യയിൽ നിന്ന് വീശിയടിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UPAയുടെയും ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിൽ ഒരു സ്ഥിര സംവിധാനം പോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കരുത്തായി മാറിയത് ഈ അയോധ്യ വിഷയം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ വലിയൊരു വിള്ളൽ വീണിരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അയോധ്യ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പണി പൂർണ്ണമായി തീരുന്നതിന് മുൻപ് തന്നെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാഷ്ട്രീയ ലാഭവും വരാനിരുന്ന പൊതു തെരഞ്ഞെടുപ്പും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ആഘോഷത്തോടെ അതിൻ്റെ പരമപൂജ്യനായ ഒരു താന്ത്രിക വര്യനെ പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പൂജാതി കർമ്മങ്ങളിൽ എല്ലാം പങ്കെടുത്തത്. ആ സമയത്ത് തന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മുടെ ആധ്യാത്മിക ചര്യകളെ ആകെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഒട്ടനവധി പരാതികളും ആക്ഷേപങ്ങളും വിശ്വാസികൾക്കിടയിൽ നിന്നും രാജ്യത്തെ പ്രമുഖ സ്വാമിമാർക്കിടയിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അയോധ്യയെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് തീർത്ഥാടന ടൂറിസം കേന്ദ്രമാക്കി നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഭക്തരുടെ വിശ്വാസത്തെ പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും താവളമായി ഈ മഹാക്ഷേത്രത്തെ മാറ്റിയിരിക്കുകയാണ്. ആരാണോ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് അവർ തന്നെ. കേൾക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 200 കോടി രൂപയുടെ ഭീമമായ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. ഭണ്ഡാരത്തിൽ ഭക്തർ സമർപ്പിച്ച പണം മോഷ്ടിക്കപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന യഥാർത്ഥ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതിന് ശേഷം പകരം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവച്ചു. വെള്ളി ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സമർപ്പിച്ച പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. വിദേശ കറൻസികൾ കാണിക്കയായിട്ട് വന്നിരുന്നത് പോലും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതൊരു ചെറിയ അഴിമതിയല്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയ വികാരത്തിന്മേൽ നടത്തിയ കറുത്ത കൊള്ളയാണ്. ഇവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയമായ ട്വിസ്റ്റ് കിടക്കുന്നത്. കാരണം വരാനിരിക്കുന്ന മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് ധാർമ്മികതയും ആത്മീയതയും പ്രസംഗിച്ച് ഭരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ കസേരയ്ക്ക് താഴെയാണ് ഇത്രയും വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ നടന്ന ഈ സംഭവം തീർച്ചയായും വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പിനെ അതിശക്തമായി ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാലാണ് പാർലമെന്റ് സമ്മേളനത്തിൽ BJPയുടെ മുഖം താഴ്ന്നു തന്നെ ഇരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഇതിലൊരു വലിയ താല്പര്യവും കാണിച്ചിരുന്നില്ല. എങ്കിലും ഒടുവിൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നു. ഇനി ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികളുടെ പേര് ഒന്ന് പരിശോധിച്ചു നോക്കൂ. ജഗദ്ഗുരു ശങ്കരാചാര്യ പരമ്പരയിലെ സ്വാമിമാരൊക്കെ ഈ ട്രസ്റ്റിനകത്ത് സ്ഥിരം സമിതി അംഗങ്ങളാണ്. എന്നാൽ സ്വാമിമാരല്ലാത്ത BJPയുമായും കേന്ദ്ര ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന കിച്ചൺ ക്യാബിനറ്റുമായും അടുത്ത ബന്ധമുള്ള 2 പേർ ഇതിലുണ്ട്. ഏത് ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പോസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. അവിടെയാണ് ചമ്പത് റായ് എന്ന് പറയുന്ന ആളിരിക്കുന്നത്. VHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതുപോലെ സ്വാമിയല്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ട്രസ്റ്റിയാണ്
അനിൽ മിശ്ര എന്ന് പറയുന്ന ആളും. ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി 8ഓളം പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ആ പിടിയിലായവരൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട റോളുകളിൽ നിൽക്കുന്നവരുടെ ബന്ധുക്കളോ അടുത്ത അനുയായികളോ ആയ മിശ്രമാരും യാദവന്മാരുമാണ്. ചോദ്യം ചെയ്യലിൽ കുടുങ്ങും എന്നുറപ്പായ ഒരു ഘട്ടത്തിലാണ് ചമ്പത് റായിയും അനിൽ മിശ്രയും ഇപ്പോൾ ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ല ഇവരൊഴിഞ്ഞത്, മറിച്ച് അന്വേഷണത്തിൽ കുടുങ്ങുമെന്ന ഭയം കൊണ്ടാണ്. ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ BJPയുമായി വലിയ ആത്മബന്ധമുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് BJPക്കും RSSനും ഒന്നും കൈയൊഴിഞ്ഞ് പുറമേക്ക് പോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇനി ഈ വിഷയം ഇന്ത്യയാകെ വ്യാപിക്കാൻ പോവുകയാണ്. കാരണം അയോധ്യ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി BJP ഉപയോഗിച്ച വിഷയമാണ്. പക്ഷേ ഇന്ത്യയിലെ സാധാരണ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ ഏറ്റവും വലിയ അധ്യായമാണ്. ആ രാമനെയാണ് ഇപ്പോൾ വലിയ കച്ചവടത്തിന് വേണ്ടി BJP ഉപയോഗിച്ചിരിക്കുന്നത്. ഹിന്ദു മിത്തോളജിയിലോ ആചാരങ്ങളിലോ പറയുന്ന രാമനെയല്ല BJPക്ക് ആവശ്യം. അവർക്ക് രാഷ്ട്രീയത്തിനും കച്ചവടത്തിനും ഉപയോഗിക്കുന്ന ഒരു രാമനെയാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഇവിടെയാണ് ഒരു ഗാന്ധിയുടെ രാമൻ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കാണുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിലും UP തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ BJPയെ തകർക്കാൻ കോൺഗ്രസിന് കിട്ടിയ ഒരു ലോട്ടറിയാണിത്. KC വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ ഈ വിഷയം ശക്തമായി ഏറ്റെടുത്തു കഴിഞ്ഞു. പാർലമെന്റിൽ മുഖം താഴ്ത്തിയല്ലാതെ നരേന്ദ്രമോദിക്കും സംഘത്തിനും ഇനി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. സഭയ്ക്കകത്ത് BJP ഇതിനെ വലിയ തോതിലുള്ള അക്രമ സ്വഭാവത്തോടെ പ്രതിരോധിക്കാൻ നോക്കുമെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇതൊരു വലിയ പാർലമെന്ററി യുദ്ധമാക്കി മാറ്റുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ലോക്സഭയിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉജ്ജ്വല പെർഫോമൻസ് നമ്മൾ കാണാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. BJPയുടെ കയ്യിലുള്ള രാമൻ രാഷ്ട്രീയ രാമനാണ്. അതല്ല ഇന്ത്യക്ക് ആവശ്യം. ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ തത്വചിന്ത എന്ന് പറയുന്നത് സത്യവും സത്യാഗ്രഹവും അഹിംസയുമാണ്. ആ അഹിംസയെയും ശാന്തിയെയും ഉയർത്തിപ്പിടിച്ച ശ്രീരാമൻ ഗാന്ധിജിയുടെ രാമനാണ്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് വീഴുമ്പോൾ പോലും മഹാത്മാഗാന്ധിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന മന്ത്രം ഹേ രാം എന്നായിരുന്നു. ആ രാമൻ സമാധാനത്തിന്റെ സന്ദേശവാഹകനാണ്. ആ സമാധാനത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ശ്രീരാമനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള ദൗത്യം കോൺഗ്രസ് ഏറ്റെടുക്കണം. നിലവിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച SIT ഈ കേസ് അന്വേഷിച്ച് ഒരു മുദ്രവെച്ച കവറിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. BJPയുടെ തന്നെ സംസ്ഥാന സർക്കാർ വെച്ച അന്വേഷണ സംഘം ആയതുകൊണ്ട് കേസ് ഒത്തുതീർക്കാനുള്ള എല്ലാ പഴുതുകളും ദ്വാരങ്ങളും ആ റിപ്പോർട്ടിൽ കാണും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് ഒരു EDയോ CBIയോ വന്ന് ഇത് തെളിയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ വിഷയത്തെ വെറുമൊരു പാർലമെന്റ് ചർച്ചയായി ചുരുക്കി കാണാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതാണ്. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര എങ്ങനെയാണോ ജനഹൃദയങ്ങളെ ഇളക്കിമറിച്ചത്, അതേ അർത്ഥത്തിൽ തന്നെ മറ്റൊരു അയോധ്യ സംരക്ഷണ മഹായജ്ഞത്തിന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തുടക്കം കുറിക്കണം. അങ്ങനെ ഒരു പൊതുബോധം ഉണരുകയും ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനവിശ്വാസികൾക്കിടയിലേക്ക് BJPയുടെ ഈ കറുത്ത രാഷ്ട്രീയ അജണ്ടയെ എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും കോടതികളും അന്വേഷണ ഏജൻസികളും വരെ പ്രതികൾക്കെതിരെ തിരിയും. ശബരിമലയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ അയോധ്യയിലും സംഭവിക്കും. ചുരുക്കത്തിൽ BJPയുടെ കേവലമൊരു മതപരവും രാഷ്ട്രീയപരവുമായ അജണ്ടകളെ കൃത്യമായി കീറിമുറിച്ച് ഇന്ത്യയുടെ പൂർവ്വകാല രാഷ്ട്രീയത്തെയും മതേതരത്വത്തെയും തിരിച്ചുപിടിക്കാൻ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ലഭിച്ച ഏറ്റവും വലിയ സുവർണ അവസരമാണിത്. ഈ ഐതിഹാസിക പോരാട്ടം എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.